ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് അവിടെ ഡിസ്പ്ലേ, ഇവിടെയും ഡിസ്പ്ലേ. യെസ്, ഡിസ്പ്ലേ ഉള്ള JBL എൻ്റെ മോന്താണ് കേട്ടോ. കാണിച്ചു തരാം. മാഗി, അയ്യോ ഈ മാഗിയുടെ കാര്യം. മാഗി കണ്ടല്ലോ മ്യാഗികളെ, എൻ്റെ മോന്ത. യെസ്, ഇതുപോലെ നമ്മളുടെ ഇഷ്ട ഗേൾ ഫ്രണ്ടിൻ്റെയോ ബോയ് ഫ്രണ്ടിൻ്റെയോ ഫ്രണ്ടിൻ്റെയോ ഫാമിലിയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെയോ ആരെ ഫോട്ടോ വേണമെങ്കിലും നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുക്കാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ആപ്പ്. എല്ലാം ഞാൻ കാണിച്ചു തരണമല്ലേ. JBLൻ്റെ ആപ്പിൽ കയറണം, പുല്ല് തുറക്കണം, എന്നാലേ ഇത് കയറുള്ളൂ. ഇതിങ്ങനെ തുറന്ന് പിടിച്ചാലേ ഇത് കണക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ അല്ലാതെ വെറുതെ ഇങ്ങനെ ആവില്ല. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൻ്റെ ഇപ്പോൾ തെളിയും, വെള്ള കളറ് മുകളിൽ വന്നു വന്നു. ഈ ആപ്പിലാണ് മെയിൻ കളി മൊത്തം. ഒന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ ആപ്പ് തന്നെ വേണം. ഈ പറയണ മറ്റേ വാൾപേപ്പറൊക്കെ മാറ്റാനേ നേരെ സ്മാർട്ട് കേസിൽ പോകണം. ഇവിടെ കണ്ട, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ള ഫോട്ടോ നമ്മുടെ ആൽബത്തിൽ നിന്ന്, ഫോണിൻ്റെ ആൽബത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇടാൻ പറ്റും. നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതായത് ഈ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അത് കൂട്ടാൻ കുറയ്ക്കുക, എത്ര സമയം നിൽക്കണമെന്ന് കാണി, ഡബിൾ ടാപ്പ് കൊടുക്കണോ, മറ്റേ ലാംഗ്വേജ്, മെസ്സേജ് പ്രിവ്യൂ, കോള് വന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിൽ വരും. അതായത് നമുക്ക് ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ കോള് വരുന്ന സമയത്ത് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഇൻകമിങ് കോൾ, ആടാ ആടാ പറടാ ഓക്കെടാ എന്ന് നമ്മൾ പറയാം. അതേപോലെ നമുക്ക് പാട്ട് മാറ്റാം. പാട്ട് കേൾക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് LDAC സപ്പോർട്ടുണ്ട് കേട്ടോ. LHDC അല്ല, LDAC സപ്പോർട്ടുണ്ട്. സോ ലോസ്ലെസ് മ്യൂസിക് സപ്പോർട്ട് ചെയ്യും. ലോസ്ലെസ് മ്യൂസിക്കിന് എങ്ങോട്ട് പോകണം? ഇങ്ങോട്ട് പോകണം, ആപ്പിൾ മ്യൂസിക്. മറ്റേ ലോസ്ലെസ് ഒന്നും ഇല്ല. ഏത്? സ്പോട്ടിഫൈയിൽ. ആപ്പിൾ മ്യൂസിക് കായ്കളൊക്കെ കൊടുത്തിട്ട് മാസം തോറും ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോസ്ലെസ്സിൻ്റെ സപ്പോർട്ട് കിട്ടും. ഇതെടുത്ത് ചെവി വയ്ക്കുക. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇയർബഡ്സുകളാണ് ഈ ചെവിയിൽ വെക്കാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഗൈസ്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വോളിയം കൂട്ടാം, കുറയ്ക്കാം. ഇതൊക്കെ എങ്ങനെയാണ് കാണിച്ചു തരുന്നത്. ഒന്ന് പാട്ട് പോസ് ചെയ്യാം, ഫോർവേഡ് ചെയ്യാം, ബാക്കിലോട്ട് പോവാം. അതിനാണ് ഈ സാധനം. വോളിയം കൺട്രോളാണ്, കൂട്ടാൻ കുറയ്ക്കാം, കൂട്ടുക കുറയ്ക്കുക എന്ന് തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ ചെയ്യാം. ഇത് ANC, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്യാം, ടോക്ക് ത്രൂയിലും ആക്കാം. ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സ്പേഷ്യൽ സൗണ്ട് ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റേ LDAC സപ്പോർട്ട് ഓഫ് ചെയ്യണം. ഈ സ്പേഷ്യൽ സൗണ്ടിൽ തന്നെ സിനിമ, പാട്ട്, ഗെയിമിംഗ്, ഇത് മൂന്നിൻ്റെ ഇതിലും നമുക്ക് ഡിഫറൻസ് വരും കേട്ടോ. നമുക്ക് ഡാപ്സീരൊക്കെ പാട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ലിറ്ററലി ഡാപ്സീര ലൈവ് പെർഫോമൻസിൽ നമ്മൾ പാട്ട് കേൾക്കുന്നൊരു ഫീൽ നമുക്ക് സ്പേഷ്യൽ സൗണ്ടിൽ കിട്ടും. LDAC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു CD ക്വാളിറ്റി ഒരു സാധനം, അത് LDAC സപ്പോർട്ട് ഉള്ളത്, ലോസ്ലെസ് സപ്പോർട്ട് ഉള്ളത് ആപ്പിൾ മ്യൂസിക്കിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വലൈസർ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് വേണമെന്നുള്ളത് ഇക്വലൈസറിലോട്ട് വെക്കാം. പിന്നെ ഇതെന്തൊരു ടൈമർ, വല്ല പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് മുട്ട ആവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമർ സെറ്റ് ചെയ്തിട്ട് നോക്കാം. ബ്രൈറ്റ്നസ് കൂട്ടാൻ കുറയ്ക്കാം, വാൾപേപ്പർ, നോട്ടിഫിക്കേഷൻ ഓൺ ഓഫ്, ഫൈൻഡ് മൈ ബഡ്സ്, ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വെളുത്ത ഇത് വരും, അത്ര തന്നെ. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പെട്ടിയിനകത്ത് വെച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ആപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് തിങ്സ് ഇസ് ദെയർ. ഈ ആപ്പിൽ ഒന്ന് ഇത് സാധനം നമുക്ക് ANC കസ്റ്റമൈസ് ചെയ്യാം. ഇത് നമുക്ക് ആൻറ്റിയം അവെയർ കൂട്ടാൻ കുറയ്ക്കാം, ടോക്ക് ത്രൂ, ബെസ്റ്റ് ഫിറ്റ്, ചെവിയുടെ ഫിറ്റ് നോക്കണ സാധനം. ഇത് ജസ്റ്റർ കൺട്രോൾ എന്നൊക്കെ കൊടുക്കുക എന്നുള്ളത്. മറ്റേ ഇത് ടച്ച് ഉണ്ടല്ലോ അതിൽ. ഓഡിയോ പോയാൽ നിങ്ങൾ കാണാൻ പറ്റില്ല. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ വിച്ച് ഇസ് LDAC സപ്പോർട്ട്, ഇക്വലൈസർ. നമുക്ക് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മൾ LDAC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പേഷ്യൽ സൗണ്ടിലോട്ട് നമുക്ക് കയറാൻ പറ്റും. എന്നാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പേഴ്സണൽ ഫൈ എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്. പേഴ്സണൽ ഫൈ എന്ന് പറഞ്ഞാൽ അവർ കുറേ സൗണ്ട് പ്ലേ ചെയ്യും. ആ പ്ലേ ചെയ്യുന്ന ഇത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇക്വലൈസർ അത് പേഴ്സണലി സെറ്റ് ചെയ്ത് തരും. അതാണ് ഈ സാധനം പേഴ്സണൽ ഫൈ എന്ന് പറഞ്ഞ സാധനം. പ്രൈവറ്റ് കോൾ മോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു പൊളി സാധനമാണ്. അതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ചെവിയിലും വെച്ചിട്ട് മറ്റേ മൈക്കിനെ നമുക്ക് മൈക്കായിട്ട് സംസാരിക്കും. ഹൃദയം തീർന്നമായ എല്ലാവർക്കും ഞാനിവിടെ ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയണ ഒരു സാധനം. അല്ലെങ്കിൽ മറ്റേ കിടന്നുറങ്ങുന്ന സമയത്ത് അപ്പുറത്തെ ഏവനെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്താ കേട്ടോ, സുഖം തന്നെ, ഞാൻ മറ്റേ കിടന്നുറങ്ങിയിട്ടില്ല, ഇങ്ങനെ പതുക്കെ സംസാരിക്കാൻ പറ്റും. അതാണ് പ്രൈവറ്റ് കോൾ എന്ന് പറഞ്ഞ ഫീച്ചർ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ നമുക്ക് മറ്റേ മാക്കറി കരയണതും മറ്റേ വെള്ളച്ചാട്ടവും അതിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ. എന്തിനാണ് അതിനെ പറയണത്? വൈറ്റ് നോയ്സ്, അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. വൈറ്റ് നോയ്സ് ആയിട്ട് മറ്റേ കടലിൻ്റെ സൗണ്ട്, കിളിയുടെ സൗണ്ട്, മറ്റേ ഫോറസ്റ്റിൻ്റെ സൗണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ സാധനം. പിന്നെ സൗണ്ട്, ഒരു മ്യൂസിക് കേൾക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ആപ്പിൾ മ്യൂസിക്കാണ്, സ്പോട്ടിഫൈ അല്ല.
ആപ്പിൾ മ്യൂസിക്കിൽ പാട്ട് കേൾക്കാൻ ജില്ല് തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ എൽഡാക്ക്, അതായത് ലോസ്ലെസ് സാധനം ഓൺ ചെയ്തിട്ട് കേൾക്കുകയാണെങ്കിൽ എനിക്കതാണ് പേഴ്സണലി ഫേവറേറ്റ്. എനിക്ക് സ്പേഷ്യൽ ഓഡിയോ അത്ര ഇഷ്ടമുള്ള ഒരു പരിപാടിയല്ല. അല്ലെങ്കിൽ നമുക്കൊരു മറ്റേ എയർപോർട്സ് മാക്സി കിട്ടുന്നൊരു സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് അല്ല ഇതിൽ വരുന്നത്. പക്ഷേ ബേസ് ഹെവി ആയിട്ടുള്ള ഒരു TWS ആണ് അവർ ട്വീക്ക് ചെയ്തേക്കുന്നത്, അങ്ങനെയാണ്. പക്ഷേ പല ടൈപ്പ് ഓഫ് ഇക്വലൈസേഴ്സ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ട്വീക്ക് ചെയ്യാൻ പറ്റുന്ന ഇക്വലൈസർ ഉണ്ട്. അത് നമുക്ക് ആപ്പിൽ കയറി തന്നെ ചെയ്യാൻ പറ്റും. ഓഡിയോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നമുക്ക് ഇക്വലൈസറിൽ പോയി കഴിഞ്ഞാൽ ഇക്വലൈസറിൽ പോയാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനെപ്പറ്റി നല്ല അറിവുണ്ടെങ്കിൽ, അത് ഒരുപാട് അല്ലാതെ തന്നെ നമുക്ക് ട്വീക്ക് ചെയ്യാനുള്ളത് പ്രീസെറ്റ്സ് കിട്ടുന്നുണ്ട്. ആ പ്രീസെറ്റ് നോക്കിയിട്ട് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് ഫ്രീക്വൻസി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഇത് ചെയ്യാം. അല്ലെങ്കിൽ പേഴ്സണിഫൈ എന്ന് പറയുന്ന ആ സാധനം വഴി നമുക്ക് നല്ലൊരു ഈക്വലൈസർ സെലക്ട് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡായിട്ട് സ്റ്റുഡിയോ ബേസ്, ക്ലബ്ബ്, എക്സ്ട്രീം ബേസ്, വോക്കൽ, ജാസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന ഇത് ക്ലബ്ബ് എന്ന് പറയുന്നതാണ് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഈക്വലൈസർ. ആൻഡ് ബേസ് ഹെവിയാണ്. ബേസ് ഹെവി ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ക്ലാരിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ പറയുന്ന OnePlus നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വോക്കൽ പരിപാടിയുണ്ട്, ക്ലാരിറ്റി. അത് കുറച്ച് ഇതിൽ കുറവായിട്ട് എനിക്ക് വരും. പക്ഷേ ബേസി ആയിട്ടുള്ള പാട്ട്, അതായത് എസ്പെഷ്യലി EDMs പോലത്തെ സാധനങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ സാധനം കിടിലാണ്. ആൻഡ് മോർ ഓവർ ഈ ഒരു ഡിസ്പ്ലേ, ഫ്രണ്ടിൽ ഈ ഡിസ്പ്ലേ വരുന്നത് കുറച്ച് നല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഡിസ്പ്ലേ പറഞ്ഞാൽ ഇപ്പോൾ ഇവരെ 3 സാധനങ്ങളുണ്ട് കേട്ടോ. ഇതെന്തിനായിരുന്നു ലൈവ് ബീം 3 എന്ന് പറഞ്ഞ സാധനം ഇത്, പിന്നെ ലൈവ് ബീം സ്റ്റെം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. 3 ടൈപ്പ് ഉണ്ട് ഈ ഡിസ്പ്ലേ പറഞ്ഞാൽ. ഇതിൻ്റെ വില വന്ന് 14,999 രൂപ. നോമിൻ്റെ ഒരു കോഡുണ്ട്, ആ കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ കുറയും. JBL.com പോയിട്ട് മേടിക്കണം, അല്ലാതെ കിട്ടൂല. ദിസ് ഈസ് വാലിഡ് ടിൽ ഒക്ടോബർ 31 വരെ എൻ്റെ ഈ കോഡ് വാലിഡ് ആയിരിക്കും. അത് കഴിയുമ്പോൾ പോയി നോക്കിയിട്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എന്തിനാണെങ്കിലും സാധനങ്ങൾ മൈക്ക് 6 മൈക്കുണ്ട്, 3 6 മൈക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് മറ്റേ നമ്മൾ പുറത്ത് വിൻഡ് വരുന്ന സൗണ്ട് കുറയ്ക്കും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ 6 മൈക്സാണ് വരുന്നത്. ആൻഡ് നമ്മൾ പറയുന്ന ഈ സ്റ്റെം മോഡലായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ പറയുന്നത് ക്ലിയർ ആയിട്ട് അപ്പുറത്തിരിക്കുന്നവർക്ക് കേൾക്കാനും പറ്റും. ഒരിക്കലും എന്തോന്നല്ലേ പറയണ, ഇന്ന് കേൾക്കാൻ വയ്യല്ലേ എന്ന് ചോദിക്കില്ലാരും. അപ്പോൾ എന്തിനാണെങ്കിലും JBLൻ്റെ ഒരു മറ്റൊരു സാധനം, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചാനലിൽ തന്നെ ഡിസ്പ്ലേ ഉള്ള സാധനത്തിൻ്റെ വീഡിയോ ഞാൻ പണ്ടിട്ടിട്ടുണ്ട്. എന്തൊരു ടൂറ് എന്തോന്ന് സാധനം വരുന്നത് കേട്ടോ, അതിൻ്റെ പേര്. അത് പക്ഷേ ഭയങ്കര ബൾക്കി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം അവന്മാർ അതിൻ്റെ ഒരു സൈസൊക്കെ ഒന്ന് കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. 48 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് നമുക്ക് കിട്ടും. ആൻഡ് നമുക്ക് Type-C ചാർജിങ് ആണ് വരുന്നത്. ചടപടയെന്ന് ചാർജ് ആവും. നമുക്ക് മറ്റേ ഇയർ ടിപ്സില്ലേ, ഇത് സിലിക്കോൺ ടിപ്സ് അവന്മാർ സ്റ്റാൻഡേർഡായിട്ട് പെട്ടിയിനകത്ത് തരുന്നുണ്ട്. എക്സ്ട്രാ സ്മോൾ, മീഡിയം, ലാർജ് എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ എന്തായാലും കൊള്ളാം, പൊളി സാധനം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് മേടിക്കണോ മേടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ.